മാമാ കൊനെത്തും തോനെയൊന്നും തുമ്മാൻ പറ്റത്തില്ല. ഒരു പേപ്പർ കിട്ടിയാൽ ഞാൻ വേണേ 2 വട്ടം തുമ്മാം. എടാ നീ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായില്ലേ എന്നെ? ഇല്ല. ഇപ്പൊ അടുത്ത് വന്നപ്പോ കത്തിയോ? പിന്നെ അടുത്ത് വരുമ്പോ പെട്ടെന്ന് ഇറക്കത്ത ഇയാൾ പെട്രോൾ അല്ലെന്ന് പിന്നെ മാമ ഞാനേ മേലെടത്തെയാ. വേദന എടുത്തിട്ട് ഞാൻ മേലെടുത്ത് ശാരദയുടെ മോനാ. ഓ ശാരദയുടെ മോനാണോ? നേരെ വെച്ചാലും ചരിച്ചു വെച്ചാലും ഞാൻ ശാരദയുടെ മോനാ. വൈകിട്ട് വരെ ഇത് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ കൈ അടയ്ക്കത്തില്ല. ഞാൻ ഇവിടെ സൈഡിലോട്ടാണ് വെച്ചോട്ടെ. അതല്ലെന്ന് അവിടെ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഓ അങ്ങനാണ്. അല്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ നാട് വിട്ടു പോയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തിരക്ക് പോലും ചെയ്തു അറിയാം. ആര് പറഞ്ഞു? മാമനെ കാണുന്നില്ലെന്ന് പറഞ്ഞോണ്ട് മാമന്റെ ഫോട്ടോ വെച്ചൊരു വീഡിയോ ഞാൻ അയച്ചില്ലായിരുന്നു. അത് ഞാൻ കുൽസത്തിന്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടായിരുന്നു. മാമൻ കാണുന്ന സൈറ്റിലെല്ലാം ഇടാൻ പറ്റും. ഇതെന്താടാ ഇത്? കേട്ടാ എന്താ ഇത്? ഇത് നാട്ടിന്ന് പറയണ്ട, മനസ്സിലായി. എന്ത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നല്ലേ? ഫ്രിഡ്ജ് കൊണ്ടുവന്നല്ലേ? ഇടയ്ക്ക് എന്നെ കാണാൻ വന്നപ്പോ നീ ഫ്രിഡ്ജ് കൊണ്ടു. നിനക്ക് ഞാൻ ഇപ്പൊ എന്ത് വത്തായിരുന്നു? Willy White toothpaste. Marakanda brush before bed with Willy White toothpaste. മൂക്കാമ്പട്ട ഇടിച്ച് ഞാൻ അങ്ങ് പൊട്ടിക്കട്ടെ. എന്തിന്? അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗുസ്തിക്കാലാണ്, എനിക്ക് ഇതൊക്കെയാണ് തരാൻ പറ്റത്തുള്ളൂ. ഗുസ്തിക്കാലാണ്, എനിക്ക് ഇതൊക്കെയാണ് തരാൻ പറ്റത്തുള്ളൂ. മാമൻ എന്തു മാമ ശരിക്കും? ഈ ഫ്രിഡ്ജ് അവിടെ ഇരുന്നല്ലേ? അയ്യോ അല്ല അല്ലേ, നമ്മള് ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പുറമോട്ട് വന്നതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീങ്ങി സംസാരിക്കാം. ഫ്രിഡ്ജ് വന്ന് നിൽക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മാമൻ കേക്കണം. അതായത് ഫ്രിഡ്ജ് ഇപ്പൊ എവിടാ നിക്കുന്നേ? അങ്ങ് നിക്കുന്നു. അപ്പൊ ആ ഫ്രിഡ്ജ് നമ്മുടെ അടുത്ത് വന്ന് നിക്കാൻ പറ്റൂ? ഇല്ല. പിന്നെ എന്തിനാ മാമ ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? ഓ സോറി 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 സോറി, എനിക്ക് അബദ്ധം പറ്റി പോയി. ആ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് ചെന്ന് കയറില്ല, പിന്നെ പറയും ഫ്രിഡ്ജ് കൂടെ വന്നെന്ന്. സോറി 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 സോറി. അതെ, നീ ഇപ്പൊ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അത് പറ. അതെ മാമ, അതെ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മാമ. എന്താണ് പ്രശ്നം? അതായത് ഞങ്ങളുടെ ഇവിടുത്തെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടപ്പോൾ ഞാനത് അടിച്ചോണ്ട് വന്നു. അത് എന്റെ കറക്റ്റ് സൈസിന് പറ്റിയതായിരുന്നു. നിന്റെ കുഴപ്പമല്ല, നിന്റെ പാരമ്പര്യത്തിന്റെ നിക്കർ മോഷണം. നിന്റെ അച്ഛനും പോലെ എവിടെ നിക്കണ്ടല്ലോ അപ്പം മോട്ടിക്കൊണ്ട് വരുവാ. അയ്യോ നിക്കർ മോട്ടിച്ചതല്ല, പിന്നെ ഞാനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്നാ പറഞ്ഞേ. നീ എന്തിനാ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്? അല്ലാതെ പിന്നെ ഞാൻ ജാഥ വിളിച്ചോണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ മുതുക്ക് മുറ്റടിച്ചിരിക്കുന്ന എനിക്കൊരു പെണ്ണില്ല, പിന്നെ നിനക്ക് എന്തിനാണ് ഇപ്പൊ ഒരു പെണ്ണ്? മാമ നമുക്ക് വയ്യാതെ കിടക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണ്ടേ മാമ? അങ്ങനാണെങ്കിൽ നീ അവിടെ നിന്ന് ഫ്ലാസ്ക് എടുത്തോണ്ട് വന്നാ പോരായിരുന്നു. ഈ ഫ്ലാസ്കിനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂ? അപ്പൊ അതാണ് നിന്റെ മെയിൻ വിഷയം. പിന്നെ എന്തിനാ ചൂടുവെള്ളത്തിന്റെ മടക്കി കൊണ്ട് കെട്ടിവെച്ചത്? മാമ അതല്ലെന്ന്. അങ്ങനല്ല മാമ. ഇപ്പൊ ഞാൻ എന്ത് വേണം? മാമ ഒന്നും വേണ്ട. മാമൻ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ജീവിതം തുടങ്ങും. ആണോ? കണ്ണടച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു കണ്ണടച്ചില്ലല്ലോ. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അത് വേണ്ട. മാമൻ എന്നെ അവളെ കൂടി പെരക്കകത്തോട്ട് കയറ്റാൻ പറ്റുമോ? നീ ആദ്യം ആ പെണ്ണിനെ ഒന്ന് കാണിക്കും. മാമൻ പെണ്ണിനെ കണ്ടില്ലേ? ഇല്ല. മാമന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ട് പെണ്ണ്, കണ്ടില്ലെന്ന്. എന്ത് കാണിക്കുന്നേ? മൂക്കിന്റെ തുമ്പത്തുണ്ടെന്ന് പറഞ്ഞു മിശാലും തട്ടി അവള് താഴെ വീണാലോ? അതല്ലെന്ന്. പെണ്ണ് ഇവിടെ ഉണ്ട്, ഗസ്റ്റ് ചെയ്യാൻ പറ്റൂ? പിന്നെ ഇവിടെ ത്രൂ ഔട്ട് കളിച്ചിട്ടേക്കുന്നില്ല, പിന്നെ ആ ഗസ്റ്റ് കളിക്കാൻ പോകുന്നു. അതല്ലെന്ന്, ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റൂ? നിനക്ക് അവളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തന്നാ മതി, ഞാൻ കാണിച്ചു തരാം. തൊട്ട് പോകരുത്. അതെന്താ? ആ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തോട്ട് വരും. എന്തായാലും ഞാൻ കാണിക്കാം, മാമൻ കണ്ടാ മതി. ഒരു പെണ്ണ് കൊള്ളാ കേട്ടാ. ഇനി ഉണ്ടോ നീ? എന്ത് പോയി കാണിക്കുന്നേ? എന്റെ ടെണ്ടടെ വെച്ചിട്ട് ഇത് പെണ്ണാവുന്നില്ല. നിന്റെ ടെണ്ടടെ വെച്ചിട്ട് ഇതൊന്ന് പെണ്ണാക്കി തരാൻ പറ്റും? എന്റെ പൊന്നു മാമ, എന്റെ ടെണ്ടടെ അല്ല ഇത്. പിന്നെ ഇതിന്റെ അകത്താണ് ഞാൻ അവളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടുത്ത് മാറ്റി വെച്ചേ. ആണോ? കെട്ടാൻ പോകുന്ന പെണ്ണാണോ അത്? അത് തന്നെ. പറയണ്ടടാ വന്നപ്പോഴേ. ഹിന്ദിക്കാരി കൊച്ച. ഹിന്ദിയൊക്കെ മാമന് നല്ലോണം അറിയാലോ. പിന്നെ മാമ ഒന്ന് സംസാരിക്കാം. തുമാരാ നാം ക്യാ ഹേ? നൊണാലിസ. കണ്ട പൊളിക്കില്ലേ? എന്ത് കാക്കെടുത്ത നോണ പറയുന്ന ഒരു കൊച്ചിനടുത്ത് ഞാൻ അവരുടെ പേരാണ് നൊണാലിസ. അങ്ങനാണെങ്കിൽ സിമ്പിൾ അല്ലേ? പറഞ്ഞു കൊടുക്കടി. കടുവ ഗർ എന്നാക്കുന്നത് കടുവ. വീട് എവിടാന്നാ ചോദിച്ചത്? കടുവയുടെ വീട് എവിടെ? ഗുഹ. പക്ഷെ അവൻ പറഞ്ഞാണ് ശരി. എന്തോന്ന്? കടുവയുടെ വീട് ഗുഹ. എന്റെ വീട് എവിടാന്നല്ലേ ചോദിച്ചേ? എന്റെ വീട് ഇവിടെ അടുത്ത മാമ. എടാ പച്ചവെള്ളം പോലെ ഹിന്ദി സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്കും എനിക്ക് മനസ്സിലായി. മലയാളമാണ് സംസാരിച്ചത്, അവക്ക് മലയാളം അറിയാം. അപ്പൊ അങ്ങനാണെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഉപയോഗം? അതായത് മാമ, ഇവരുടെ വീട്ടുകാരെന്നെ തല്ലാൻ നടക്കുവാണ് മാമ. എന്റെ കൊച്ചനെ ആരാടാ തല്ലുന്നത്?
ആരാടാ തല്ലുന്നത്? അതല്ല മാമ, ഈ ഗുസ്തിക്കാര് ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ 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 ആക്കുന്ന എന്തിനാ മാമ? ഗുസ്തിക്കാരെങ്ങനെയാ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ പറഞ്ഞ ഞാൻ നിൽക്കുന്ന നിപ്പി ഉറങ്ങും. അപ്പൊ ഞാൻ എന്നെ തന്നെ ഉണർത്തും. എഴുന്നേക്കടാ, വാടാ, അടിക്കാൻ പോണ്ടടാ, പോണ്ടടാ, അങ്ങനെ. അപ്പോഴേ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാലോ? മരിച്ചു വീഴും. അറ്റ സൈലന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ മരിച്ചു. അതല്ലെന്ന്, നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് മാത്രം. അവൾ നമ്മുടെ കൊച്ചല്ലല്ല. കേക്കട്ടെ കുഴപ്പമില്ല. നമ്മൾ ഒരാള് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണ് സേവ് ചെയ്യണം. സേവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ടിടാം. എന്നെ നാക്കൊണ്ടറി. ഞാൻ അപ്പോഴേ പറഞ്ഞോടാ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങോട്ട് വാ. പറ മാമ, കഷ്ടമുണ്ട്. നമ്മൾ ചത്ത് വീണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കണ്ണ് സേവ് ചെയ്യണം. അതെന്തിനാ മാമ? നമ്മളെ എങ്ങനെ ഇടിച്ചത് ആരാണെന്ന് നമുക്ക് അറിയണ്ടേ. ഇവൻ എങ്ങാണോ ആ വഴിക്ക് വന്നിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പോകരുത്. അതെന്താ? നമ്മുടെ ഉള്ള കണ്ണൂടെ നഷ്ടപ്പെടത്തില്ല. എങ്ങാനും നമ്മൾ ഇടികൊണ്ട് വീണാൽ കണ്ണുണ്ടെങ്കിൽ നമുക്ക് എഴഞ്ഞാൽ വീട്ടിലെത്താം. മാമൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കണ്ട മാമ. എന്നാ ഇയാടെ അരയെ കെട്ടേക്കുന്ന ഏലസാണ് ഞാൻ. അതല്ലെന്ന്, മാമൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കല്യാണം നടത്തി തന്ന ഒരു പ്രശ്നമില്ലെന്ന്. കൊച്ചിന് എത്ര വയസ്സുണ്ട്? 16. 16 വയസ്സാടാ. അല്ല, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ 18 വയസ്സുണ്ടായിരുന്നു. ചിലപ്പോ 2 വയസ്സ് 16 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്കോ ഇല്ലടാ കേസ്. അയ്യോ, ഡിസ്കോ എന്നല്ല, ആ കേസിന് വേറെ പേരാ പറയുന്നത്. അപ്പൊ നിനക്കത് അറിയാം. ഇത് അറിഞ്ഞു വെച്ചിട്ടാണ് ഈ കൊച്ചിനെ വിളിച്ചാൽ എന്റെ വീട്ടിലോട്ട് വന്നത്. ഇങ്ങനെ ഞാൻ ഇനി ജയിലിൽ പോയി കിടക്കണ്ടാടാ ഞാൻ. മാമൻ എന്തിനാ മാമ പേടിക്കുന്നേ? പോലീസുകാർ വരുമ്പോ മാമൻ കാട്ടാ ഗുസ്തി കാണിച്ചാ പോരെ? അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. പോലീസുകാർ വരുമ്പോ ഞാൻ എന്തോ കാട്ടാല ഞാൻ വിളിച്ചോണ്ടിറങ്ങണ ഇതിനെ. അത് വടക്കേക്കര അഭിമാനകരമായി പ്രസന്റ് ചെയ്തുകൊണ്ട് പറയല്ലോ हम लोग लेके आए आदमी लोग बहुत अच्छा काम किया. सही है ना बीवी? बीवी अല്ല दीदी. ഇല്ല, അഖിലേട്ടന് ഫീൽ ചെയ്തോ? ചേച്ചി ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ട് കേസാണ്. മൊണാലിസ ഫ്രിഡ്ജുമായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്ന ആ ഒരു സീനില്ലേ, മൊണാലിസ, അതെനിക്ക് ഒരു സിനിമയിലെ ഫ്രെയിം, ഒരു സീൻ കാണുന്ന പോലെ, ഒരു ഷോട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. നല്ല രസമായിട്ട് ചെയ്തു, മേക്ക് ചെയ്തു. അതുകൊണ്ട് ഐശ്വര്യയുടെ മുഖത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോഴേ ഓരോ ഭാവമാണ് അവക്ക്. എന്ത് രസമായിട്ട് ചെയ്ത കാണത്തില്ല. അതുപോലെ നിങ്ങൾ രണ്ട് ബ്രോസ്, നിങ്ങൾ രണ്ടുപേരും നന്നായിരുന്നു. പറഞ്ഞു വന്നത് വടക്കേക്കരക്കാർ ഒരിക്കലും മോശമാവാറില്ല. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അത് പ്രേക്ഷകർക്കും ഡയലോഗ് കേൾക്കാനാണ് വെയിറ്റ് ചെയ്ത് മിണ്ടാതിരുന്നത്. അതെ മിസ്റ്റർ, ഇനിയും കണ്ടിരുന്നോ? ബാക്കി പറയട്ടെ ചേച്ചി. ഞങ്ങളാണ് പറയണ്ടത്. ഞങ്ങളും ചേച്ചിയല്ലേ പറയണ്ടേ? ശരിക്കും പറഞ്ഞല്ലേ ചേച്ചി? പറയുന്നില്ല. നിങ്ങൾ പറയൂ. ശ്രുതി പറഞ്ഞു. ശ്രുതി ഒന്നും പറയാനില്ല. നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ സൈഡിൽ വരണമായിരുന്നു. പക്ഷെ സാറില്ല കേട്ടോ, ഇതെന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അച്ചായ ഞാൻ പറഞ്ഞ പോലെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജലൂസൻ കമ്പനിയുടെ ഓടെ മകൾ എന്തെങ്കിലും പറയണ്ടോ? പറയൂ. ഒന്നേക്ക് മോളെ, ഗ്യാസിന്റെ പ്രശ്നമൊക്കെ നടക്കുന്ന പലരുടെ നെഞ്ചരിച്ചിൽ മാറ്റാനും ഗ്യാസ് മാറ്റാനൊക്കെ ഞാൻ തന്നെ അതുകൊണ്ടാണ് ഡാഡി എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത്. എന്റെ ഡാഡി എങ്ങനെ കേട്ടതുണ്ടല്ലോ. ഡാഡി കഴിക്കട്ടെ ഒരു കുപ്പി ആദ്യം. ഡാഡിക്ക് പ്രശ്നമില്ല, നാട്ടുകാർക്ക് പ്രശ്നം. ഈ കൗണ്ടറിൽ നമ്മൾ പിടിച്ചു നിർത്തുന്നു. ഇനി നമ്മൾ കൗണ്ടറിൽ വിട്ടു കൊടുക്കരുത് മോളെ. ഇനി അധികം സംസാരം വേണ്ട ചേച്ചി. ഇതൊന്നും ഈ ബാറ്ററിയിൽ ആഡ് ചെയ്യരുത് കേട്ടോ. ഒന്നുമില്ല, ഞങ്ങൾ കൗണ്ടർ സെക്രട്ടറി വേറെ വന്നോളാം. ഇതിന് തീരുമാനം നമുക്കിപ്പോ കാണാം. നമുക്ക് നേരെ ബാറ്ററി കാണാം. ബാറ്ററി നോക്കാം. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീ ചേച്ചി പൈസ ക്രെഡിറ്റ് ചെയ്യാവോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഷൈൻ തൂക്കിട്ടോ. ഷൈൻ സൈഡ് തൂക്കി. അതെ, അവിടുന്ന് അവൻ തൂക്കിക്കൊണ്ട് വരുമായിരുന്നു കൊച്ചിനെ. And da. അടിപൊളി.